Good morning. Audible ആണോ? Yes. Good morning everyone. Audible ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ. ഓക്കെ, സോ എല്ലാവരെയും എൻട്രിയുടെ ഒരു പുതിയ എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് അഞ്ജലി. സോ നമ്മൾ കഴിഞ്ഞ തേഴ്സ്ഡേ ഒരു ക്ലാസ് മിസ്സായിരുന്നു, ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് ലാസ്റ്റ് തേഴ്സ്ഡേ ഉള്ള റെഗുലർ എഡിറ്റോറിയൽ മിസ്സായിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്താ പറയുക, എല്ലാവർക്കും എമർജൻസി അല്ലേ? വാട്ട് ക്യാൻ വി ഡു അല്ലേ? യെസ്. സോ ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കഷനിൽ നമ്മൾ ഒരു റെലവൻസി ഉള്ളൊരു ടോപ്പിക് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പവറിംഗ് അപ്പ് ദ ഓസ്ട്രേലിയൻ ഇന്ത്യൻ ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പ്. ഈ എഡിറ്റോറിയലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ഈ എഡിറ്റോറിയൽ രണ്ട് റൈറ്റേഴ്സ് കോ-ഓതേഴ്സ് ഉണ്ട്. ഒന്ന് ലിസ സിംഗ്, ഷീസ് എ ഫോമർ ഓസ്ട്രേലിയൻ സെനറ്റർ ആൻഡ് ദ ഫസ്റ്റ് വുമൻ ഓഫ് ഇന്ത്യൻ ഹെറിറ്റേജ് ടു ബി ഇലക്റ്റഡ് ടു ഫെഡറൽ പാർലമെന്റ്. She is currently the Chief Executive Officer at the University of Melbourne's Australia's India Institute. So, avarana first writer. Second one, Tushar Joshi. He is an assistant research, he is a research associate at the Australian Indian Institute and a PhD candidate at the University of Melbourne. He is a visiting fellow of the Observer Researcher Foundation, Delhi. So, idana nammalde innathe റൈറ്റേഴ്സിൻ്റെ പ്രൊഫൈൽ. സോ ഇന്നത്തെ എഡിറ്റോറിയലിൽ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഒന്നാമത്തത് രണ്ട് കാര്യങ്ങൾ ഇൻ ദ സെൻസ് ലൈക്ക് നമ്മളുടെ ഓവർ ഡിപ്പെൻഡൻസി ഓൺ വൺ കൺട്രി ഫോർ ക്ലീൻ എനർജി, അതുപോലെ തന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പ് പവറിംഗ് അപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഓഡിബിൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ക്ലാരിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദിസ് ഈസ് ആർ എഡിറ്റോറിയൽ. ഇതാണ് കേട്ടോ നമ്മുടെ എഡിറ്റോറിയൽ ആയിട്ട് വരിക. ഈ എഡിറ്റോറിയല് കുറച്ച് ഡിഫിക്കൽട്ട് വേർഡ്സ് ഉണ്ട്. അതിന്റെ മീനിങ്സും സിനണിംസും ആന്റണിംസും ഒക്കെ നമ്മൾ കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എക്സാം ഇല്ലല്ലോ, ഇതെന്തിനാണ് ഇപ്പൊ പ്രിപ്പയർ ചെയ്യണേ എന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. ലൈക്ക് മിസ്സേ ഇപ്പൊ എക്സാം ഒന്നും വരുന്നില്ലല്ലോ, അപ്പൊ നമ്മൾ എന്തിനാണ്? പക്ഷെ നമുക്കറിയാം എക്സാംസ് വരുമ്പോൾ ആ സമയത്തിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതിലും എത്രയോ ബെറ്റർ ആണ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതാനായിട്ട് ഏർലിയർ പ്രിപ്പറേഷൻസ് അല്ലേ? ഇപ്പം ഫോർ എക്സാമ്പിൾ കുറേ കോളേജിയറ്റ് എക്സാംസ് അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ എക്സാംസ് ഒക്കെ വിളിച്ചിട്ടില്ല, കോൾ ഫോർ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലായിടത്തും എന്ത് സ്റ്റാർട്ട് ചെയ്തു? എൻട്രിയിലും ഒക്കെ വളരെ നേരത്തെ തന്നെ എക്സാംസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് തന്നെയല്ലേ ബാങ്കിങ് എക്സാമിനും ആയിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഡിഫിക്കൽട്ടി ലെവൽ എന്തുമാത്രം ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള എക്സാംസ് ആണ് പ്രൊബേഷണറി ഓഫീസേഴ്സിന്റെ എക്സാംസ് അല്ലേ? നമുക്കറിയാവുന്നതാണ്. കുറേ അധികം നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ കോൺഫിഡൻസ് ലെവലോടുകൂടി എക്സാം എഴുതാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം എത്ര നേരത്തെ എത്ര റെഗുലർ ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു അത്രേ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ്റെ ഒരു ബുദ്ധിമുട്ടും കുറയും, അതുപോലെ എക്സാം സ്ട്രെസ്സും കുറയും. ഗുഡ് മോർണിംഗ് ആദർശ്. ഓഡിബിൾ ആണല്ലോ അല്ലേ ആദർശ്? സോ നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഇതിൻ്റെ അവസാനം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. അപ്പം അപ്കമിങ് എക്സാംസിനെ കുറിച്ചും
ലോങ് ടൈം. ഐ നോ ദാറ്റ് ലാസ്റ്റ് ട്യൂസ്ഡേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായി. ദാറ്റ് ഇസ് വൈ ഐ വാസ് നോട്ട് ഏബിൾ ടു കം ഓൺ തേഴ്സ്ഡേ. ഞാൻ ആക്ച്വലി എഡിറ്റോറിയൽ ഒക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ വാസ് നോട്ട് ഏബിൾ ടു. അതുകൊണ്ടാട്ടോ നമുക്ക് ഇടയ്ക്ക് 3 ദിവസമായിരുന്നത് 2 ദിവസമായിട്ടുണ്ടല്ലോ ഇപ്പം. അതുകൊണ്ടാണ് കുറേ നാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ യെസ്, സോ ഹോപ്പ് ടു കണ്ടിന്യൂ ലൈക്ക് ദിസ്. ഓക്കെ, നമ്മൾ വേർഡ് മീനിങ്സിലേക്ക് പോവാണ്. കുറച്ച് വേർഡ് മീനിങ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ എഡിറ്റോറിയൽ കുറച്ച് ഈസി ടു റീഡ് ആണ് കേട്ടോ. നമുക്ക് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ ഡിഫിക്കൽട്ട് വേർഡ്സ് അങ്ങനെ ഒരു ബൊംബാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡഡ് അല്ല. ബട്ട് ഇറ്റ്സ് വെരി ഈസി ടു റീഡ്. ഓക്കെ, അംബിഷ്യസ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് അംബിഷ്യസ്? നമ്മൾ അംബിഷ്യസ് ആയിരിക്കണം അല്ലേ? ഡിസയർ, സ്ട്രോങ് ഡിസയർ ഓർ ഡിറ്റർമിനേഷൻ ടു സക്സീഡ് അല്ലേ? അംബിഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? അംബിഷൻ മാത്രം ഉള്ളത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. വി ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ ദാറ്റ് അല്ലേ? സോ ആസ്പയറിംഗ്, ഡിറ്റർമിൻഡ്, എന്റർപ്രൈസിംഗ് ആർ ഇറ്റ്സ് സിനോണിംസ്. അൺമോട്ടിവേറ്റഡ്, ലേസി, ഇൻഡിഫറൻറ്റ് ആർ ഇറ്റ്സ് ആന്റണിംസ്. ഓക്കെ, വൾണറബിലിറ്റീസ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചതാണ്. വൾണറബിലിറ്റി വീക്ക്നെസ്സിനോട് ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്നതാണ് അല്ലെ? വീക്ക്നെസ്സസ് ദാറ്റ് മേക്ക് സംതിങ് ഓപ്പൺ ടു ഹാം ഓർ അറ്റാക്ക് അല്ലെ? ഇപ്പം നമ്മൾ പറയും മഴക്കാലത്ത് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസ് അല്ലെ എന്ന് നമ്മൾ പറയുന്ന ഹൈ റേഞ്ചിൽ ഉള്ള ഏരിയാസ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ടു ഡേഞ്ചർ ആവാൻ സാധ്യതയുള്ള എന്താ പറയുക സീ ഷോറിലുള്ള ആൾക്കാർ. isn't it? So weaknesses, susceptibilities, fragilities are its synonyms. Opposites എന്താണ്? Strength, protection and safeguards. ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ്സ്. ട്രാൻസിഷൻ. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റതിലേക്കുള്ള ചേഞ്ച്, അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓർ പീരീഡ് ഓഫ് ചേഞ്ചിങ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഷിഫ്റ്റ്, ചേഞ്ച് ഓവർ, ട്രാൻസ്ഫോർമേഷൻ ആർ ഇറ്റ്സ് സിനോണിംസ്. എന്നെങ്കിൽ ambition, enthusiasm is also correct. Yes Adarsh, yes. Then ട്രാൻസിഷൻ്റെ ഒരു സിനോണിം എന്താണ്? ഷിഫ്റ്റ് വരിക, ചേഞ്ച് ഓവർ, ട്രാൻസ്ഫോർമേഷൻ അല്ലെ? ഒന്നിൽ നിന്ന് അടുത്തതിലേക്കുള്ള ചേഞ്ച്, അതിനാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സ്റ്റെബിലിറ്റി അല്ലെ? സ്റ്റാഗ്നേഷൻ, പെർമനൻസ്, ഇതെല്ലാം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. യെസ്. ഓവർ ഡിപ്പെൻഡൻസ്. എനിക്കറിയായിരുന്നു ഈ വേർഡ് നിങ്ങൾക്ക് അറിയാമെന്ന്, പക്ഷെ എൻ്റെ സിനോണിംസ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓവർ ഡിപ്പെൻഡൻസ് എടുത്തത് കേട്ടോ. ഓവർ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലേക്ക് കൂടുതലായിട്ട് റിലേ ചെയ്യുക, കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, എക്സസീവ് റിലയൻസ് ഓൺ സംവൺ ഓർ സംതിങ്. ഒരാളിലേക്കോ ഒരു വസ്തുവിലേക്കോ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡൻസ് കൊടുക്കുന്നതാണ് ഓവർ ഡിപ്പെൻഡൻസ്. റിലയൻസ്, അഡിക്ഷൻ, ഒബ്സെഷൻ, ഇതെല്ലാം സിനോണിംസ് ആണ്. ഇൻഡിപെൻഡൻസ്, സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഓട്ടോണമി ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഇംപ്ലിമെന്റേഷൻ, നടപ്പാക്കൽ അല്ലെ? പുട്ടിംഗ് ഓഫ് ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് എ ഡിസിഷൻ ഓർ എ പ്ലാൻ ഇൻ ടു ഇഫക്റ്റ്. ഒരു ഡിസിഷൻ അല്ലെങ്കിൽ പ്ലാൻ ഇഫക്റ്റീവ് ആക്കുന്നതിനെയാണ് നമ്മൾ ഇംപ്ലിമെന്റേഷൻ. നിങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ഇത് കറക്റ്റ് ആയിരിക്കണം എന്ന് നമ്മൾ പറയും. സോ എക്സിക്യൂഷൻ, എൻഫോഴ്സ്മെന്റ്, ആപ്ലിക്കേഷൻ, ഇതെല്ലാം ഇംപ്ലിമെന്റേഷന്റെ, നടപ്പാക്കൽ എന്ന വേർഡിന്റെ സിനോണിംസ് ആണ്. എന്നാൽ തള്ളിക്കളയുക, നിഗ്ലക്ട്, ക്യാൻസൽ ചെയ്യുക, റിവേഴ്സൽ, തിരിച്ച് പഴയപടിയാക്കുക, ഇതെല്ലാം അതിന്റെ ഓപ്പോസിറ്റ്സ് ആണ്. മിറ്റിഗേറ്റ് കേട്ടിട്ടുണ്ടാവും അല്ലെ? മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മേക്ക് സംതിങ് ലെസ് സിവിയർ ഓർ സീരിയസ്. എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് ലെസ് ആയിട്ട് സിവിയർ ആക്കുക അല്ലെങ്കിൽ സീരിയസ് ആക്കുക. ലെസൻ, റെഡ്യൂസ്, അലീവിയേറ്റ് സിനോണിംസ് ആണ്. ആന്റണിംസ് കാണാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി. aggravate, worsen and intensify. ഭയങ്കര ശക്തമായ രീതിയിൽ കൂട്ടുക, അഗ്രവേറ്റ്. വേഴ്സൺ, വളരെ മോശം അവസ്ഥയിലാക്കുക. ഇന്റൻസിറ്റി കൂട്ടുക, ഇന്റൻസിഫൈ. ഇതെല്ലാം അതിൻ്റെ ആന്റണിംസ് ആയിട്ട് വരും. മിറ്റിഗേറ്റിന്റെ ആന്റണിംസ് ആണ്. നെക്സ്റ്റ് വൺ, അച്ചീവബിൾ. അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെ? സക്സസ്ഫുൾ ആകാൻ സാധിക്കുന്നതിനെ നമ്മൾ അച്ചീവബിൾ എന്ന് പറയും. ഏബിൾ ടു ബി ബ്രോട്ട് അബൌട്ട് ഓർ റീച്ച് സക്സസ്ഫുള്ളി. ഓക്കെ, സക്സസ്ഫുൾ ആകുന്നതിനെയാണ് അച്ചീവബിൾ. അച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്താ പറയുക, ഡ്രീം ഫോർ ദ തിങ്സ് ദാറ്റ് ഇസ് നോട്ട് അച്ചീവബിൾ അല്ലേ? അതായത് നമുക്ക് സാധിക്കുന്ന കാര്യം കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആകുന്നതാണ് അച്ചീവബിൾ എന്ന് പറയുന്നത്. അറ്റൈനബിൾ, പോസിബിൾ, ഫീസിബിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സിനോണിംസ് ആണ്. എന്നാൽ ഓപ്പോസിറ്റ് എന്താണ്? അൺഅറ്റൈനബിൾ, സാധിക്കാത്തത്. ഇംപോസിബിൾ, ഇംപ്രാക്ടിക്കൽ അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. നെക്സ്റ്റ് വൺ, സ്ട്രക്ചറൽ.
സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റിംഗ് ടു ദ അറേഞ്ച്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് പാർട്സ്. ഓർഗനൈസേഷണൽ, സിസ്റ്റമിക്, ഫൗണ്ടേഷണൽ, സ്ട്രക്ചറൽ. ഇതൊരു ഒരു എന്താ പറയുക, സ്ട്രക്ചർ നമ്മൾ പറയില്ലേ, സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതിൻ്റെ നടത്തിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെന്റ്സ്. എന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ടില്ല, ഫൗണ്ടേഷണൽ അല്ല, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സം റാൻഡം, സൂപ്പർഫിഷ്യൽ, ഡിസോർഡേർഡ്, ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. കോൺസെൻട്രേറ്റഡ്. കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇടത്ത് ശ്രദ്ധ, സെൻട്രൽ പോയിന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലെ? ഗ്യാതേർഡ് ഓർ ക്ലോസ്ലി പാക്ഡ് ടുഗെദർ ഇൻ വൺ പ്ലേസ്. ഒരു സ്ഥലത്ത് തന്നെ അതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകൃതമായിട്ടുള്ളതിനെയാണ് കോൺസെൻട്രേറ്റഡ് എന്ന് നമ്മൾ പറയുന്നത്. സെൻട്രലൈസ്ഡ്, ക്ലസ്റ്റേർഡ്, കണ്ടൻസ്ഡ് ആർ ഇറ്റ്സ് സിനോണിംസ്. ഓപ്പോസിറ്റ് എന്താണ്? സ്കാറ്റേർഡ്, ഡിസ്പേഴ്സ്ഡ്. സ്കാറ്റർ ചെയ്യുക, അല്ലെ? ചിതറി കിടക്കുക, ഡിസ്പേഴ്സ്ഡ് ആകുക. സ്കൂള് അസംബ്ലി ഡിസ്പേഴ്സ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? എന്ന് പറഞ്ഞാൽ എന്താ? അസംബ്ലി പിരിച്ചുവിടുക, അല്ലെ? സ്പ്രെഡ് ചെയ്യുക. ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആയിട്ട് വരും. അക്യൂട്ട്ലി. അക്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ ഒരു ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയിൽ, അല്ലെ? ഇൻ എ വേ ദാറ്റ് ഷോസ് എ പെർസെപ്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓർ ഇന്റൻസ് ഡിഗ്രി. വളരെ ഇന്റൻസിറ്റിയോടുകൂടി. എന്തിൻ്റെ ഹൈറാർക്കി പറഞ്ഞേ? ഹൈറാർക്കി, സ്ട്രക്ചറൽ ഹൈറാർക്കി ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ, യെസ്. സിനോണിംസ് എന്താണ്? ഷാർപ്ലി, ഇന്റൻസ്ലി, കീൻലി, അല്ലെ? അക്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ വളരെയധികം ഇന്റൻസിറ്റിയോട് കൂടി. അപ്പോൾ ഷാർപ്ലി, ഇന്റൻസ്ലി, കീൻലി ഇതെല്ലാം സിനോണിംസ് ആണ്. എന്നാൽ വളരെ ഡിമ്മായിട്ട്, അത്ര മൈൽഡായിട്ട്, ഫെയിൻറ്റ് ആയിട്ട്, ശ്രദ്ധ പോകാത്ത രീതിയിലുള്ള, അല്ലെ? അതിനെയാണ് ഓക്കെ ആദർശ്, അതിനെയാണ് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ്, അക്യൂട്ട്ലിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത്. അൺഅവോയ്ഡബിൾ. എനിക്കറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് അറിയാം, അല്ലേ? അൺഅവോയ്ഡബിൾ എന്ന് പറഞ്ഞാൽ സാധിക്കാൻ, ഇന്നവിറ്റബിൾ ആണ്, സാധിച്ചേ മതിയാകൂ, അല്ലെ നടപ്പിലാക്കിയേ മതിയാകുള്ളൂ, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള. ഇന്നവിറ്റബിൾ, ഇൻഎസ്കേപ്പബിൾ, സർട്ടൻ ആർ ഇറ്റ്സ് സിനോണിംസ്. ഓപ്പോസിറ്റ്സ് എന്താണ്? അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്ന, പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെ? അവോയ്ഡബിൾ, പ്രിവെന്റബിൾ, എസ്കേപ്പബിൾ, ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആയിട്ട് വരും. ഡിസ്റപ്റ്റഡ്. ഡിസ്റപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കോൺവെർസേഷൻ വാസ് ഡിസ്റപ്റ്റഡ്. ഇന്ററപ്റ്റഡ് എന്ന് പറയും, ഇടയ്ക്ക് കയറി അല്ലെങ്കിൽ തടസ്സപ്പെടുക, അതിനെയാണ് ഡിസ്റപ്റ്റഡ് എന്ന് പറയുക. ഡിസ്റ്റർബ്ഡ് ആകുക, ഇന്ററപ്റ്റഡ്, ഡീറെയിൽഡ് ആർ ഇറ്റ്സ് സിനോണിംസ്. ഓപ്പോസിറ്റ് എന്താണ്? കൺസിസ്റ്റന്റ്ലി പോവുക, കണ്ടിന്യൂഡ്, മെയിൻറ്റെയിൻഡ്, സ്റ്റെബിലൈസ്ഡ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിഫിക്കൽട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കരകയറാൻ സാധിക്കുന്ന, ദ എബിലിറ്റി ടു റിക്കവർ ക്വിക്ലി ഫ്രം ഡിഫിക്കൽട്ടീസിനെയാണ് റെസിലിയൻസ് എന്ന് പറയുക. ടഫ്നെസ്, എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി ആർ ഇറ്റ്സ് സിനോണിംസ്. ഓപ്പോസിറ്റ്സ് എന്താണ്? ഫ്രെജിലിറ്റി, വീക്ക്നെസ്, rigidity are its opposites, isn't it? Fragility, weakness and rigidity. Imperative, something that is very vital or important, അതിനെയാണ് imperative എന്ന് പറയുന്നത്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, പ്രധാനപ്പെട്ട. അതിൻ്റെ സിനോണിംസ് വരുന്നത് essential, urgent, necessary, etc. Antonyms എന്താണ്? ഓപ്ഷണൽ ആണ്. Trivial, that is very silly. Trivial എന്ന് പറഞ്ഞാൽ unimportant. Another antonym is unimportant. ഫ്രെയിംവർക്ക്, ചട്ടക്കൂട് എന്ന് നമ്മൾ പറയും, അല്ലെ? ദ ബേസിക് സ്ട്രക്ചർ അണ്ടർലൈയിങ് എ സിസ്റ്റം ഓർ കോൺസെപ്റ്റ് ഇസ് കോൾഡ് ആസ് എ ഫ്രെയിംവർക്ക്. സ്ട്രക്ചർ, ഔട്ട്ലൈൻ, സിസ്റ്റം ഇതെല്ലാം അതിൻ്റെ സിനോണിംസ് ആകുമ്പോൾ കെയോസ്, കൺഫ്യൂഷൻ, ഡിസോർഗനൈസേഷൻ, ഡിസോർഡർ ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആയിട്ടും വരും. കോഓപ്പറേഷൻ. കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണം. വർക്കിംഗ് ടുഗെദർ ടുവേർഡ്സ് എ കോമൺ ഗോൾ. ഒരു കോമൺ ഗോളിലേക്ക് എത്തുന്നതിനുള്ള, ഒരുമിച്ചുള്ള വർക്ക് ചെയ്യുക. കൊളാബറേഷൻ, പാർട്ട്ണർഷിപ്പ്, അലയൻസ് ആർ ഇറ്റ്സ് സിനോണിംസ്. ഓപ്പോസിറ്റ്സ് എന്താണ്? കോൺഫ്ലിക്റ്റ് ആകുക, വിരുദ്ധ അഭിപ്രായം വരിക. ഓപ്പോസിഷൻ, അല്ലെ? ഓപ്പോസിഷൻ ലീഡേഴ്സ് നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡിലുള്ള. റൈവലറി, ശത്രുത, റൈവൽറി, അതാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, റൈവൽറി. നെക്സ്റ്റ് വൺ, കപ്പാസിറ്റി ബിൽഡിംഗ്, എംപവർമെന്റ് ആണ് കേട്ടോ. കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ല്, റിസോഴ്സ് അല്ലെ എബിലിറ്റി ഒരു നേഷന്റെ വളർത്തിക്കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എംപവർമെന്റ്, ഡെവലപ്മെന്റ്, ട്രെയിനിങ് ആർ ഇറ്റ്സ് സിനോണിംസ്. ഓപ്പോസിറ്റ് എന്താണ്? ഡിക്ലൈൻ, ഡിറ്റീരിയോറേഷൻ ആൻഡ് നെഗ്ലെക്റ്റ്. അഡ്വാൻറ്റേജ്,
ഒരു അഡ്വാൻറ്റേജ് എന്താണ്? എ കണ്ടീഷൻ ഗിവൻ എ ഗ്രേറ്റർ ചാൻസ് ഓഫ് സക്സസ്, അല്ലെ, ഹീസ് ഇൻ ആൻ അഡ്വാൻറ്റേജ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സക്സസ് ആകാൻ സാധ്യതയുള്ള ഒരു പൊസിഷൻ. ഓക്കെ, ബെനിഫിറ്റ്, എഡ്ജ് ആൻഡ് സുപ്പീരിയോറിറ്റി ആർ ഇറ്റ്സ് സിനോണിംസ്. ഡിസഡ്വാൻറ്റേജ്, ഹാൻഡിക്യാപ്പ്, drawback are its opposites. Okay, sorry. Dividend എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് ഓർ റിട്ടേൺ ഗെയിൻ ഫ്രം സംതിങ്. നമുക്കറിയാം ഒരു ഡിവിഡൻഡ്, കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു ഡിവിഡൻഡ് എന്ന് നമ്മൾ പറയാറുണ്ട്, isn't it? സോ ഒരു ബെനിഫിറ്റ്, പ്രോഫിറ്റ്, റിവാർഡ് എന്നൊക്കെ നമ്മൾ പറയും. ലോസ്, ഡെഫിസിറ്റ് ആൻഡ് ഡാമേജ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഇക്കോസിസ്റ്റം സംതിങ് റിലേറ്റഡ് ടു എൻവയോൺമെന്റ്, പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇക്കോസിസ്റ്റം നമ്മൾ പറയാം. A system formed by the interaction of a community with its environment. ഒരു കമ്മ്യൂണിറ്റി അവരുടെ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇക്കോസിസ്റ്റം എന്ന് പറയാം. എൻവയോൺമെന്റ്, നെറ്റ്വർക്ക്, ബയോസിസ്റ്റം ആർ ഇറ്റ്സ് സിനോണിംസ്. എന്നാൽ ഓപ്പോസിറ്റ് എന്താണ്? ഐസൊലേഷൻ, ഡിസോർഗനൈസേഷൻ ആൻഡ് കെയോസ്. ക്രൂഷ്യൽ മീൻസ് വെരി ഇമ്പോർട്ടൻറ്റ്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെയാണ് ക്രൂഷ്യൽ എന്ന് പറയുക. വൈറ്റൽ, എസെൻഷ്യൽ, കീ എന്നൊക്കെ നമ്മൾ പറയും. ഇൻസിഗ്നിഫിക്കൻറ്റ്, മൈനർ ആൻഡ് ഇറലവൻറ്റ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്. ഓക്കെ, ഡൈവേഴ്സിഫൈ എന്ന് പറഞ്ഞാൽ ടു വേരി ഓർ എക്സ്പാൻഡ് എ റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ബ്രോഡൻഡ് ആയിട്ടുള്ള, അല്ലേ, വേരി, എക്സ്പാൻഡ് ആൻഡ് ബ്രോഡൻ ആണ് അതിന്റെ സിനോണിംസ്. നാരോ, സ്പെഷ്യലൈസ് ആൻഡ് ലിമിറ്റ് ആർ ഇറ്റ്സ് ആന്റണിംസ്. സ്ട്രാറ്റജിക് മീൻസ് ഒരു സ്പെസിഫിക് ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി കെയർഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള തന്നെയാണ് സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയുക. ടാക്ടിക്കൽ, പ്ലാൻഡ് ആൻഡ് കാൽക്കുലേറ്റഡ് ആർ ഇറ്റ്സ് സിനോണിംസ്. എന്നാൽ റാൻഡം ആയിട്ടുള്ള, അൺപ്ലാൻഡ് ആൻഡ് അഹബ്ഹസാർഡ് ആർ ഇറ്റ്സ് ആന്റണിംസ്. റിസർവ്സ്, അല്ലെ, റിസർവ്സ് എന്ന് പറഞ്ഞാൽ സപ്ലൈ അല്ലെങ്കിൽ റിസോഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് വെൻ നീഡഡ്. നമ്മൾ റിസർവ്, എന്താ പെട്രോൾ റിസർവ് ആകുക എന്ന് പറയുക, അല്ലെ, നമ്മുടെ പെട്രോളിന്റെ മേജർ യൂസ് കഴിഞ്ഞിട്ട് കുറച്ച് പെട്രോൾ റിസർവിൽ വെക്കും, അല്ലെ, നമ്മൾ. സോ എമർജൻസി വരുമ്പോൾ വി ക്യാൻ യൂസ് ദാറ്റ്. സ്റ്റോക്ക്, സപ്ലൈ, സ്റ്റോർ ഇതെല്ലാം സിനോണിംസ് ആണ്. ആന്റണിംസ് എന്താണ്? ഷോർട്ടേജ്, ഡിപ്ലീഷൻ ആൻഡ് ലാക്ക്. ഷോർട്ടേജ്, ഡിപ്ലീഷൻ കുറവ് അല്ലെങ്കിൽ ലാക്ക്. ലാസ്റ്റ് വൺ, കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ആണ്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ആക്ട് ഓഫ് വർക്കിംഗ് ജോയിന്റ്ലി വിത്ത് അതേഴ്സ് ഇസ് കോൾഡ് ആസ് കൊളാബറേഷൻ. പാർട്ട്ണർഷിപ്പ്, ടീം വർക്ക്, കോഓപ്പറേഷൻ ആർ ഇറ്റ്സ് സിനോണിംസ്. ഓപ്പോസിറ്റ്സ് എന്താണ്? കോമ്പറ്റീഷൻ, ഡിസ്കോർഡ്, റെസിസ്റ്റൻസ് ഇതെല്ലാം അതിന്റെ ഓപ്പോസിറ്റ്സ് ആയിട്ട് വരും. അപ്പൊ ഇത്രയും വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ് ആൻഡ് ആന്റണിംസ് നിങ്ങൾക്ക് കിട്ടിയല്ലോ, അല്ലേ? ഇനി നമ്മൾ എഡിറ്റോറിയലിലേക്ക് പോവാണ്. ഈ എഡിറ്റോറിയലിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഓസ്ട്രേലിയയും ഇന്ത്യയും ചേർന്നിട്ട് ആരംഭിച്ചിട്ടുള്ള REP, അതായത് റിന്യൂവബിൾ എനർജി പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. റിന്യൂവബിൾ എനർജി പാർട്ട്ണർഷിപ്പ് എന്നത് ഇപ്പോൾ ഒരു ആലോചനാ ഘട്ടത്തിലാണ്. ഓക്കെ, അതിൽ നിന്നും കുറച്ചുകൂടെ ഒരു എന്താ പറയുക, പ്രാക്ടിക്കലി അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള രീതിയിൽ നടപ്പാക്കേണ്ട ഒരു സമയമാണ് ഇത്. എന്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒക്ടോബർ 15 ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററിന്റെ വിസിറ്റിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നു. ഓക്കെ, സോ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രൈമറി എന്താ പറയുക നീഡ് അല്ലെങ്കിൽ സെൻട്രൽ ആർഗ്യുമെന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് എന്താണ്? നമ്മൾ ഇപ്പം എന്താണ്, വി ആർ ഡിപ്പെൻഡിങ് മോർ ഓൺ ചൈനയുമായിട്ടുള്ള ഓവർ ഡിപ്പെൻഡൻസ് ആണ് ഇപ്പം നമ്മൾ നടക്കുന്നത്. ആ സ്ട്രാറ്റജിക് ഡിപ്പെൻഡൻസ് റെഡ്യൂസ് ചെയ്യുക വിത്ത് ചൈന. ഓക്കെ, അതാണ് ഇവിടെ മേജർ ആയിട്ട് പറയുന്നത്. അതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ ഒരു റീജിയണൽ സപ്ലൈ ചെയിൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, സോ എന്താ പറയുക, പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ, ചൈനയുമായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി കുറച്ചിട്ട് ക്ലീൻ എനർജിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും അതുപോലെ അതിൻ്റെ ഒരു ലോക്കൽ റീജിയണൽ സപ്ലൈ ചെയിൻ, പ്രാദേശികമായിട്ടുള്ള ഒരു എന്താ സപ്ലൈ ചെയിൻ എന്ന് പറയുക, ഒരു വിതരണ ശൃംഖല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അത് കൂടുതൽ ശക്തമാക്കുകയും ചെയ്യാനായിട്ടാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. So editorial makes a timely case that the India-Australia Renewable Energy Partnership
must move from vision to implementation to reduce strategic dependence on China. Strategic ആയിട്ട് ചൈനയുടെ ഓവർ ഡിപ്പെൻഡൻസ് കുറച്ചിട്ട് we have to shift to scale energy, clean energy, എന്താ പറയുക, clean energy deployment and build resilient regional supply chains, isn't it? So combine Australia's mineral endowment and regulatory stability, isn't it? ഓസ്ട്രേലിയക്ക് എന്താണ് ഇവിടെ ഉള്ളത്? ഒരു എന്താ പറയുക, മിനറൽ എൻഡൗമെന്റ്. എൻഡൗമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് ഒരു ഫണ്ടിങ് എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം, അല്ലെങ്കിൽ വേറൊരു വേർഡ് ആണ് ഫിനാൻസിങ്, അതാണ് കറക്റ്റ്. ഓക്കെ, ഫണ്ടിങ് ഓർ ഫിനാൻസിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം മിനറൽസിന്റെ ഒരു ഫണ്ടിങ് അല്ലെങ്കിൽ ഒരു ഫിനാൻസിങ് അവിടെയുണ്ട്. അതുപോലെ റെഗുലേറ്ററി സ്റ്റെബിലിറ്റി, യെസ്, എൻഡൗമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടിങ് ഓർ ഫിനാൻസിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആദർശ്. ഓക്കെ, then and regulatory stability with India scale. So ഇന്ത്യയുമായിട്ടുള്ള ഒരു റെഗുലേറ്ററി സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ പൊട്ടൻഷ്യൽ വർക്ക് ഫോഴ്സ് ഇസ് സൗണ്ട്. ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്താണ് ഇവിടെ? വർക്ക് ഫോഴ്സ് ആണ്, അല്ലെ? ഓസ്ട്രേലിയയുടെ മിനറൽ എൻഡൗമെന്റും ഇന്ത്യയുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ വരുന്ന യുവജനത, അതുപോലെ വർക്ക് ഫോഴ്സ് എല്ലാം ഇവിടെ പറയപ്പെടുന്നു. അതുപോലെ ദ കീ ബാരിയേഴ്സ് ആർ, എന്താണ് ഇതിന്റെ കീ ബാരിയേഴ്സ്? പ്രോസസ്സിംഗ് കപ്പാസിറ്റി, സപ്ലൈ ചെയിൻ കോൺസെൻട്രേഷൻ, ഫിനാൻസിംഗ് ഗ്യാപ്സ്, പൊളിറ്റിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ കോഎക്സിസ്റ്റിംഗ് മാനുഫാക്ചറിംഗ് സ്കിൽസ്. ഇതെല്ലാം ഇതിന്റെ ഗ്യാപ്സ് ആയിട്ടും എഡിറ്റോറിയലിൽ എടുത്തു കാണിക്കുന്നു. സോ ഈ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ, സക്സസ്ഫുൾ ഡെലിവറി വിൽ റിക്വയർ ടാർഗറ്റഡ് ജോയിന്റ് പ്രോജക്റ്റ്, ഒരു ജോയിന്റ് പ്രോജക്റ്റ് ആകണം. അതുപോലെ തന്നെ PLIs, ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടീസ്, ഇൻഫ്രാസ്ട്രക്ചറൽ കോ ഇൻവെസ്റ്റ്മെന്റ്, വർക്ക് ഫോഴ്സ് പ്രോഗ്രാം ആൻഡ് റീജിയണൽ അപ്രോച്ച് ടു റിസ്ക് മാനേജ്മെന്റ് എല്ലാം ഇവിടെ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. ഒന്നുമില്ല, ഇൻ എ നട്ട്ഷെൽ അവർ പറയണ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയും ഓസ്ട്രേലിയയും കൂടെ റിന്യൂവബിൾ എനർജി പാർട്ട്ണർഷിപ്പിന്റെ കരാർ ഇപ്പം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ സമ്പത്ത്, മിനറൽസിന്റെ സമ്പത്ത്, അതും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉൽപാദന ശേഷിയും കൂടെ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ, ഒരു ടീം അപ്പ് പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ക്ലീൻ എനർജി, ഇപ്പം നമ്മൾ ടോട്ടലി EV ഇലക്ട്രോണിക് വെഹിക്കിൾസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനയാണ്. അതിനെ കംപ്ലീറ്റ്ലി നമുക്ക് ആ ഡിപ്പെൻഡൻസി കുറച്ച് നമ്മൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ മാത്രമാണ് പവർ എങ്കിൽ ഡെഫിനറ്റ്ലി അയാളുടെ കയ്യിലായിരിക്കും എല്ലാ അധികാരങ്ങളും, അല്ലേ? എന്നാൽ അത് മാറ്റി കുറച്ച് യൂറോപ്യൻ യൂണിയൻ, അതുപോലെ ബാക്കിയുള്ള UN, അങ്ങനെയുള്ള പല ഇതിലും ആസിയാൻ, അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്ത്യക്കും മേൽക്കൊയ്മ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, കോണ്ടെക്സ്റ്റ് ആൻഡ് ഏർജൻസി ഇവിടെ പറയുന്നുണ്ട്. എന്തിന് ഇപ്പോൾ? ദാറ്റ് ഈസ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ഏർജൻസി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ ഓസ്ട്രേലിയയുടെ ഖനന സമ്പത്ത്, അതായത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ലിത്തിയം ഉണ്ട് ഓസ്ട്രേലിയക്ക്, അല്ലേ? പിന്നെന്താ, കൊബാൾട്ട് ഉണ്ട്, റെയർ എർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളിലെ ധാതുക്കളും, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗവേണൻസ്, ഇന്ത്യയുടെ ഭരണ സംവിധാനവും, അതുപോലെ തന്നെ ഇന്ത്യയുടെ മാർക്കറ്റ്. ഇന്ത്യ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൺട്രീസ് ആണ്, അല്ലേ? സോ അതിൻ്റെ മാർക്കറ്റ്, അതുപോലെ അതിൻ്റെ ഉൽപാദനശേഷി, നിർമ്മാണശേഷി നമുക്ക് വേണേൽ പറയാം. അതുപോലെ തൊഴിലാളികൾ 50%, നമ്മൾ കഴിഞ്ഞ എഡിറ്റോറിയൽസിലൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യയുടെ യുവജനത ഏകദേശം 50% മേലെയാണ്. അങ്ങനെയുള്ള യുവജനതയുടെ പൊട്ടൻഷ്യൽ, അല്ലേ? ഇവയെല്ലാം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ആൻഡ് ഏർജൻസി എന്താണെന്ന് വെച്ചാൽ, ഒരു എഡിറ്റോറിയൽ ബവൻസിന്റെ October 15, അതായത് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബവൻസിന്റെ വിസിറ്റിനെ കുറിച്ച് കോണ്ടെക്സ്റ്റിലും, അതുപോലെ നാഷണൽ ടാർഗറ്റ്, ഇന്ത്യയുടെ നാഷണൽ ടാർഗറ്റ് എന്താ? 500 GW നോൺ ഫോസിൽ ബൈ 2013. വെറും 5 കൊല്ലം കാര്യങ്ങളേ ഉള്ളൂ, 5 കൊല്ലവും ഇല്ല, അല്ലേ? ഓസ്ട്രേലിയയുടെ 2035 കട്ട്സ്, അല്ലേ? ആൻഡ് റീസെൻ്റ്ലി സപ്ലൈ ചെയിൻ ഷോക്സ് എന്തെല്ലാമാണ്? ചൈനയുടെ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ, അതുപോലെ കോവിഡിൻ്റെ ഡിസ്റപ്ഷൻ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഗണിച്ച് ദിസ് ഇസ് എ റൈറ്റ് ടൈം ഇങ്ങനെ ഒരു ഇൻസെൻറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ കവർ ടു ഓപ്പറേഷണലൈസ് REP. എന്താണെന്ന് ഇവിടെ പറഞ്ഞു? റിന്യൂവബിൾ എനർജി പാർട്ട്ണർഷിപ്പ്. അതിപ്പോൾ കവർ ചെയ്യാൻ, ഇപ്പം അതിൻ്റെ ഒരു ഏർജൻറ്റ് ആണ്, ഇപ്പം തന്നെയാണത് ചെയ്യേണ്ടത്, ആ പാർട്ട്ണർഷിപ്പിലേക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത്. ഇനി റീജിയണൽ സ്റ്റേറ്റ്സ് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇൻഡോ പസഫിക്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട്, വളരെ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ ഏകദേശം
13ഓളം മേജർ ഡിസാസ്റ്റേഴ്സ് ഇൻഡോ പസഫിക് റീജിയൻസിൽ സംഭവിച്ചു കഴിഞ്ഞു. ബിക്കോസ് ക്ലൈമറ്റ് ചേഞ്ച് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഇൻഡോ പസഫിക് റീജിയനിലാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കും അറിയാം അല്ലേ, നമ്മളുടെ നാട്ടിൽ തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കിയേ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്റ്റ് എന്തുമാത്രമാണ് ഇവിടെ. ഒരു സമയത്ത് കാലവർഷം നമ്മളെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ ഇപ്പൊ തുലാവർഷം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു അല്ലെ. സാധാരണഗതിയിൽ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, തുലാവർഷം എന്ന് പറയുമ്പോൾ ഏകദേശം വൈകുന്നേര സമയങ്ങളിൽ സന്ധ്യയോട് അടുപ്പിച്ച് ഇടിവെട്ടി മഴ പെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. ഇപ്പൊ അങ്ങനെയാണോ, രാവിലെ മുതൽ തുടങ്ങുക അല്ലെ, രാത്രി ത്രൂ ഔട്ട് പെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മഴയുടെ തോത് വർദ്ധിക്കുക. മഴ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറയാ നോർത്ത് ഇന്ത്യയിൽ മൊത്തം ഭയങ്കര തണുപ്പ് ഇത്തവണ വരാൻ പോകുന്നു എന്ന് പറയും. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചസ് ഡ്രാസ്റ്റിക്, ചൂടുകാലം വരുമ്പോഴോ എക്സ്ട്രീം ചൂടാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് ചെറിയ തോതിലുള്ളത്. അപ്പോൾ ഇൻഡോ പസഫിക് റീജിയനിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്, പൊട്ടൻഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ സപ്ലൈ ചെയിൻ സെക്യൂരിറ്റി ആസ് നോട്ട് ഓൺലി ആൻ ഇക്കണോമിക് കൺസേൺ ബട്ട് ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ജിയോ പൊളിറ്റിക്കൽ വൺ. അതായത് ഈ ചൈനയുടെ റെസ്ട്രിക്ഷൻ, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ലിഥിയം നമുക്ക് നമ്മുടെ ബാറ്ററീസിന് ആവശ്യമാണ്, ഇലക്ട്രോണിക് വെഹിക്കിളിൻ്റെ. അപ്പോൾ ഇന്ത്യ ഇലക്ട്രോണിക് വെഹിക്കിളിൻ്റെ ഉൽപ്പാദനം, യെസ് എവറിത്തിങ് ഈസ് ഇറ്റ്സ് എക്സ്ട്രീം കറക്റ്റ്, എന്താ പറയുക, ഉൽപ്പാദനം വളരെയേറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ആ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ നമ്മൾക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി വന്നാൽ ആ ഒരു രീതിയിൽ ഇന്ത്യയുടെ മുന്നേറ്റം എന്ത് ചെയ്യാൻ പറ്റും, അവിടെ തടസ്സപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, ഇംപ്ലിക്കേഷൻസ് എന്താണ്? സ്പീഡ് മാറ്റേഴ്സ് അല്ലേ. എന്താണ്? റിന്യൂവബിൾസിൽ മാത്രമല്ല, ബിൽഡിംഗ് ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി ദാറ്റ് പ്രിവെന്റ് സിംഗിൾ പോയിന്റ് ഫെയിലിയേഴ്സ് ഇൻ ക്രിട്ടിക്കൽ ഇൻപുട്സ്, റെയർ എർത്ത്, PV മോഡൽസ്, ബാറ്ററി മെറ്റീരിയൽസ്, ഇലക്ട്രോലൈസേഴ്സ്, ഇതിൻ്റെയൊക്കെ നമ്മുടെ ഉൽപ്പാദനം ഒരു രാജ്യത്തെ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി സ്ട്രെങ്ത്സ് എന്തെല്ലാമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഓസ്ട്രേലിയയുടെ, അതായത് ഇവിടെ ഒബ്വിയസ്ലി ഒരുപാട് തടസ്സങ്ങളുണ്ട് നമുക്ക് അല്ലേ. ലൈക്ക് എന്താ പറയുക, പ്രോസസ്സിങ് ശേഷി കുറവാണ്, ഖനന വസ്തുക്കളുടെ ഒരു പ്രോസസ്സിങ് ശേഷി നമുക്ക് കുറവാണ്. ചൈനയായിട്ട് വി ആർ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ചൈന. ഫൈനാൻഷ്യലി നമ്മൾക്കുള്ള ബേർഡൻസ്, അതുപോലെ രാഷ്ട്രീയ തരത്തിൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് അല്ലേ. സോ വിജയകരമായിട്ട് നടപ്പാക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താണ്? വി നീഡ് ജോയിന്റ് വെഞ്ചേഴ്സ് അല്ലേ. അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രോത്സാഹനങ്ങൾ ആവശ്യമാണ്, വിപുലമായിട്ടുള്ള നിക്ഷേപങ്ങൾ അല്ലെ, ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമാണ്. സോ ഇതുപോലത്തെ വികസന പരിപാടികൾ, അതുപോലെ ലോക്കൽ എയ്ഡ്സിൻ്റെ സപ്പോർട്ട്, ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, സോ ഇതെല്ലാമാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ അവരെന്ത് നൽകുന്നു എന്നതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, വാട്ട് ഈച്ച് സൈഡ്സ് ബ്രിങ്. ഓസ്ട്രേലിയ എന്തെല്ലാം കാര്യങ്ങളാണ് തരുന്നത്? അവർക്ക് ലാർജ് റിസർവ് എന്തൊക്കെയുണ്ട്? ലിഥിയം, കോബോൾട്ട്, റെയർ എർത്ത്. അവർക്ക് റെഗുലേറ്റഡ് മൈനിങ് സെക്ടറിൽ സമൃദ്ധമാണിതെല്ലാം. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് എന്താണ്? വളരെ സ്ഥിരമായിട്ടും അതുപോലെ എന്താ പറയുക, ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട്, നിക്ഷേപ ശേഷിയുണ്ട്. ഓക്കെ, സോ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും ഓഫ് ടേക്ക് ഗ്യാരണ്ടീസും അല്ലെ, വളരെ ദീർഘകാലത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനും. അതുപോലെ തന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഗവൺമെന്റ്സ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഇംപ്ലിമെന്റേഷൻ ലെവൽ ഇസ് മച്ച് ബെറ്റർ ഇൻ ഓസ്ട്രേലിയൻ ഇതെന്നാണ് പറയുന്നത്. അതുപോലെ R&D ശേഷി എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ നെറ്റ് സീറോ ജോബ് പ്ലാൻ. ഓക്കെ, ഒരു തൊഴിൽ പരിശീലനം ശക്തിപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങൾ അവിടെ നടപ്പാകുന്നുണ്ട്. ഓക്കെ, ഇതാണ് 3 കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യയുടെ എന്തായിരിക്കും പറയുന്നത്? ഇന്ത്യയുടെ മാർക്കറ്റ് വിപണി അല്ലേ, മാർക്കറ്റ് സ്കെയിൽ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് സോളാർ, ഇലക്ട്രിക് വെഹിക്കിൾസ്, അതുപോലെ ഹൈഡ്രജൻ മേഖലയിലുള്ള കുതിച്ചുള്ള ഇന്ത്യയുടെ വളർച്ച, ഇസ്ന്റ് ഇറ്റ്? മാനുഫാക്ചറിങ് സ്കെയിൽ അപ്സ്, അതുപോലെ തന്നെ തൊഴിൽ ശക്തി ഭയങ്കരമാണ്, സ്കിൽ പൈപ്പ് ലൈൻസ് നമുക്ക് കൂടുതലാണ്. കാര്യം എന്താ വെച്ചാൽ ലാർജ് യൂത്ത് പോപ്പുലേഷൻ ആണ്. അതുപോലെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാം, സ്കിൽ ഇന്ത്യ, PLIs, അങ്ങനത്തെ ഒരുപാട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമുക്കുണ്ട്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റിവ്സ് എന്നാണ് PLIs. ഓക്കെ, ഇങ്ങനെയുള്ള ക്ലീൻ എനർജി മാനുഫാക്ചറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ പോളിസി ടൂൾസ് എന്താണ്? ഇതുപോലെ PLI, അതുപോലെ ഡൊമസ്റ്റിക് ഡിമാൻഡിനനുസരിച്ച് ഫെഡറൽ നിക്ഷേപങ്ങൾ, FDIs, isn't it? സോ നിക്ഷേപങ്ങളെ ആകർഷിക്കുക, അതൊക്കെ ഇവിടെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ പറയേണ്ടതാണ്. അപ്പോൾ ഇന്ത്യ എന്ത് നൽകുന്നു, ഓസ്ട്രേലിയ എന്ത് നൽകുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടാകാം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? യെസ്. ഇനി അടുത്തത്
കോംപ്ലിമെന്ററിലി ടേക്ക് അവേസ് എന്തെല്ലാമാണ്? ഒരു ഓസ്ട്രേലിയയുടെ മിനറൽസ്, അവരുടെ ക്യാപിറ്റൽ, ദാറ്റ് മീൻസ് ഫിനാൻസ്, അവരുടെ ഗവേണൻസ്, അതിൻ്റെ കൂടൊപ്പം ഇന്ത്യയുടെ ലേബർ, തൊഴിൽ ശക്തി, ഇന്ത്യയുടെ ഡിമാൻഡ്, ബിക്കോസ് മാർക്കറ്റ്, ഇന്ത്യയുടെ വിപണി, ഇതൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയാണ്? ഒരു ശക്തി, പ്രാദേശികമായിട്ടുള്ള ഒരു ക്ലീൻ എനർജി സപ്ലൈ ചെയിൻ അവിടെ രൂപപ്പെടും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇതാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത്. സോ റിഫൈനിങ്, മൊഡ്യൂൾ അസംബ്ലി, ബാറ്ററി സെൽ മാനുഫാക്ചറിങ്, ഇലക്ട്രോലൈസേഴ്സ്, ഇതെല്ലാത്തിലേക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമായി. ഇനി റിസ്കുകളുണ്ട് ഡെഫിനറ്റ്ലി. പ്രാക്ടിക്കൽ കൺസ്ട്രെയിൻ ആൻഡ് മിസ്സിംഗ് പീസസ്, എന്തെല്ലാം അപകടങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം വെല്ലുവിളികളാണ് നമ്മളിവിടെ നേരിടേണ്ടി വരിക. ഒന്നാമത്തത് ചൈനയുടെ ഡോമിനൻസ്, ആധിപത്യം, അല്ലെ? സോ റിഫൈനിങ്, മൊഡ്യൂൾ അസംബ്ലി തുടങ്ങിയ മേഖലകളിൽ ചൈനയുടെ മുന്നേറ്റം വളരെ കൂടുതലാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുക, സപ്ലൈ ചെയിൻ കോൺസെൻട്രേഷൻ, ഇസ്ന്റ് ഇറ്റ്? ചൈന ഡോമിനേറ്റ്സ് റിഫൈനിങ് ആൻഡ് മൊഡ്യൂൾ അസംബ്ലി. രണ്ടാമത്തെ എന്താ പറയുന്നത്? ഒരു ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെന്റ് ഗ്യാപ്പ് ഉണ്ട്. അതായത് ഓസ്ട്രേലിയ ഇപ്പോഴും പ്രധാനമായിട്ടും ഒരു അസംസ്കൃത വസ്തുക്കൾ, അത് റോ മെറ്റീരിയൽസ്, അല്ലെ? അസംസ്കൃത വസ്തുക്കളുടെ മാത്രമേ കയറ്റുമതി ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ദേ ആർ എക്സ്പോർട്ടിങ് റോ മെറ്റീരിയൽസ്. മൂവിങ് ടു റിഫൈനിങ്, പ്രോസസ്സിംഗ് ആൻഡ് റിക്വയർസ് ലാർജ് ക്യാപിറ്റൽ. കാരണം എന്താണ്? പ്രോസസ്സിങ്ങിനും റിഫൈനിങ്ങിനും അവർക്ക് വളരെയധികം പൈസ ചെലവ് വരും. അതുപോലെ പെർമിഷൻ, സ്കിൽ ലേബർ, കമ്മ്യൂണിറ്റി ബൈൻ, ഇതെല്ലാം അവർക്ക് ആവശ്യമായിട്ട് വരും. മൂന്നാമത്തെ ടെക്നോളജി ആൻഡ് IP ബാരിയേഴ്സ് ഉണ്ട്. അതായത് മാനുഫാക്ചറിങ്, പുതിയ ഉൽപ്പന്നങ്ങൾക്കായിട്ടുള്ള ഒരു സാങ്കേതിക ഒരു പങ്കാളിത്തം, ദാറ്റ് ഈസ് വെരി ഇന്നവിറ്റബിൾ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ PV സെൽസ്, മാഗ്നറ്റ്സ്, ബാറ്ററി സെൽസ്, ഇലക്ട്രോലൈസേഴ്സ്, ഇതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സിങ് ആൻഡ് സപ്ലൈങ്, അല്ലെ? അതിന് ടെക്നോളജി ട്രാൻസ്ഫറും ജോയിന്റ് വെഞ്ചറും എസെൻഷ്യൽ ആയിട്ട് വരും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ വയലബിലിറ്റി, അതായത് ന്യൂ പ്ലാൻസ്, അല്ലെ? ചീപ്പ് ക്യാപിറ്റൽ ആൻഡ് ഗ്യാരണ്ടി ഡിമാൻഡ് ഓഫ് ടേക്ക് വിത്തൗട്ട് ഡി റിസ്കിങ് പ്രൈവറ്റ് പ്ലെയേഴ്സ് മേ ബി റിലക്റ്റഡ്. അതായത് എന്താ പറയുക, ഒരു ഫിനാൻസിന്റെ കുറവ്, പുതിയ ഫാക്ടറികൾക്ക് വൻ നിക്ഷേപം അവിടെ ആവശ്യമായിട്ട് വരും. അപ്പം റിസ്കിന്റെ ഘടകം വരുമ്പോൾ, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചാണ് EV ബാറ്ററീസിന്റെ ഒരു എഡിറ്റോറിയൽ പണ്ട് കുറച്ച് നാൾ മുമ്പ് വായിച്ച എനിക്ക് ഓർമ്മയുണ്ട്, 2-3 മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഇതുപോലെ പറഞ്ഞ റിസ്ക് കൂടുതലായിട്ട് വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണം അവിടെ ഗണ്യമായിട്ട് കുറയാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് അനദർ തിങ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ കൺസിഡറേഷൻ. സോ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, മൈനിങ്, അല്ലെ? അതുപോലെ റിഫൈനിങ്, ഇതിനെ എതിർക്കുന്ന ഒരുപാട് പ്രാദേശിക പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും, അല്ലെ? സോ കമ്മ്യൂണിറ്റിയുടെ ഒപ്പോസിഷൻ വരും. അതുപോലെ പ്രോജക്റ്റ് ഡിലേ ആവാനുള്ള സാധ്യതകളും കൂടുതലാണ്. ജിയോ പൊളിറ്റിക്കൽ ഫ്രിക്ഷൻസ്, സമ്മർദ്ദങ്ങൾ, അല്ലെ? അതായത് ചൈനയിൽ നിന്നുള്ള ഡെഫിനറ്റ്ലി ദേ വിൽ ബി ഗെറ്റിംഗ് മൂവ്സ് ടു ഡൈവേഴ്സിഫൈ അവേ ഫ്രം ചൈന may prompt trade response and price distortions that might be managed. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ചൈനയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വളരെ, അവർ ഓബ്വിയസ്ലി ദേ വിൽ റിയാക്ട് ബിക്കോസ് ദേ ആർ ദ നൗ എന്താ പറയുക ഒൺലി സപ്ലയേഴ്സ്. അപ്പോൾ വേറെ ആൾക്കാർ വരുമ്പോൾ അതിനെ അടിച്ചമർത്തുക എന്നത് അവരുടെ ഒരു ലക്ഷ്യമായിട്ട് തന്നെ വരും. ഇനി ടൈം ഹൊറൈസൺ മിസ്മാച്ച്. Climate targets require fast development of renewables, industrialization, supply chains and multi-layer. Both must be pursued in parallel. അതായത് ഒരു കാലാവസ്ഥ, ലക്ഷ്യങ്ങളുടെ വേഗത എന്നിവ, വ്യവസായ നിർമ്മാണം, ഇതെല്ലാത്തിൻ്റെ ഒരു സമയബന്ധിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ ആ ടൈം ഹൊറൈസൺ മിസ്മാച്ച് അവിടെ കൃത്യമായിട്ട് വരാൻ സാധ്യത ഉള്ളതാണ്. ഇനി എന്തെല്ലാം റെക്കമെൻഡേഷൻസ് ആണ്, നിർദ്ദേശങ്ങൾ ആണ് ഇവിടെ കൊടുക്കുന്നത്? isn't it? What is a road map and how it could be monitored എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ഫസ്റ്റ് വൺ ഇസ് എ ജോയിന്റ് പ്രോജക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പൈപ്പ് ലൈൻ, അല്ലേ? അതെന്താണ് ഇവിടെ പറയുന്നത്? റിന്യൂവബിൾ എനർജി പ്രോജക്റ്റിന്റെ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് ബാറ്ററി, ഹൈഡ്രജൻ, റീഫൈനിങ്, ഇതിനൊക്കെ ധനസഹായം നൽകുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താണ്? ഒരു വിൻ വിൻ പൈലറ്റ് പ്രോജക്റ്റ് ആയിരിക്കണം. ഓസ്ട്രേലിയൻ ലിഥിയവും ഇന്ത്യ എന്ത് ചെയ്യണം? ഓസ്ട്രേലിയൻ ലിഥിയം തരുമ്പോൾ ഇൻട്രി ബാറ്ററി അസംബിൾ ചെയ്യുന്ന പ്ലാന്റ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ടേക്ക് പോകാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുവരേണ്ടത്.
സെക്കൻഡ് പോളിസി ആൻഡ് ഇൻഡസ്ട്രിയൽ ലെവേഴ്സ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, ഒരു വ്യവസായ നയങ്ങളെ കുറിച്ച് എന്താണ് ഇവിടെ പറയുക. സെക്കൻഡ് വൺ എന്താണ് പറയാ, ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ഇവിടെ ആവശ്യമാണ് അല്ലെ. അതുപോലെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ PLIസിലുള്ള നികുതി ഇളവ് വഴി ഉൽപാദനങ്ങളുടെ ആവശ്യങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഫാസ്റ്റ് ട്രാക്ക് ആക്കുക, അതുപോലെ യൂസ് ഓഫ് PLIs, ടാക്സ് ബ്രേക്സ്, ഗ്യാരണ്ടി, പബ്ലിക് പ്രൊക്യൂർമെന്റ്, ഇതെല്ലാം ഡിമാൻഡ് സിഗ്നൽസ് കൂട്ടും. അതുപോലെ പോളിസി ഇൻസ്ട്രുമെന്റേഷൻ, ഇനാക്റ്റഡ് ആൻഡ് പ്രൊക്യൂർമെന്റ് കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താ, വാല്യൂ ചെയിൻ ഇന്റഗ്രേഷൻ ആൻഡ് ലോക്കൽ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഓസ്ട്രേലിയയിൽ റിഫൈനിങ് ആണെങ്കിൽ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്. ഇതുപോലെ പരസ്പരം ആശ്രയങ്ങൾ കുറയ്ക്കുക. ലൈക്ക് യുനോ അവർക്കറിയാം നമ്മൾ സപ്ലൈ ചെയ്യുന്ന കാരണം ഇവർക്ക് കിട്ടുന്നു, ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് സെല് ചെയ്യാൻ സാധിക്കുന്നു. സോ ഇറ്റ്സ് മ്യൂച്വൽ ഡിപ്പെൻഡൻസി അല്ലേ. അങ്ങനെ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസി അല്ല, ഒരു എന്താ പറയുക, ഒരു വാട്ട് വി ക്യാൻ സേ, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഡെഫിനറ്റ്ലി നമുക്കത് പോകാനായിട്ട് സാധിക്കും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്നില്ല, ബിക്കോസ് ഓൾറെഡി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഓക്കെ, സോ യെസ്. നാലാമത്തെ പോയിന്റ് എന്താണ് ഇവിടെ പറയുന്നത്, വാട്ട് ഇസ് എ ഫോർത്ത് പോയിന്റ്, സ്കിൽസ്, RD ആൻഡ് ടെക്നോളജിക്കൽ പാർട്ട്ണർഷിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് റിസർച്ച്, അതുപോലെ തൊഴിലധിഷ്ഠിത പരിശീലനം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു മ്യൂച്വലി എന്താ പറയുക, റിസർച്ച് ചെയ്യുക, ബാറ്ററി റീസൈക്ലിങ്ങിന്, അതുപോലെ ലോ റിസർച്ച് ടെക്നോളജിയെ കുറിച്ച് ഒക്കെ നമ്മൾ ജോയിന്റ് സ്കോളർഷിപ്പും എക്സ്ചേഞ്ച് പ്രോഗ്രാംസും ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യകതയാണ് ഇവിടെ സ്കിൽസ്, RD ആൻഡ് ടെക്നോളജിക്കൽ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ ഈ പോയിന്റ് ആണ് സപ്ലൈ ചെയിൻ റെസിസ്റ്റൻസ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. സോ ഇതിൻ്റെ ഒരു സുരക്ഷ അല്ലെ. ചൈനയ്ക്ക് പകരം മറ്റ് രാജ്യങ്ങൾ, ആസിയാൻ നേഷൻസ്, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ, ചൈനയെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാറ്റിയിട്ട് ഈ റീജിയനിലേക്കൊക്കെ സഹകരണം എക്സ്പാൻഡ് ചെയ്യുക അല്ലെ. റീസൈക്ലിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. എഫ്, റിസ്ക് മിറ്റിഗേഷൻ ആൻഡ് ഗവേണൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു എന്താ പറയുക, ഒരു സംയുക്തമായിട്ടുള്ള ജോയിന്റ് ആയിട്ടുള്ള ഒരു സമിതി രൂപീകരിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഒരാൾക്കും മേൽക്കോയ്മ കൊടുക്കാതെ സോ ഇത് പ്രവർത്തനം ഹൗ മച്ച് ഇറ്റ് ഇസ് മൂവിങ് ഫോർവേഡ് എന്ന് മനസ്സിലാക്കാനും, അതുപോലെ സംയുക്തമായിട്ടുള്ള ഒരു നിരീക്ഷണ സമിതി രൂപവൽക്കരിക്കുന്നത് ഇവിടെ നല്ലതായിരിക്കും. ഇസ്ന്റ് ഇറ്റ്? ജോയിന്റ് സെക്രട്ടറി ടു മോണിറ്റർ ടൈം ലൈൻസ്, എൻവയോൺമെന്റൽ സേഫ് ഗാർഡ്സ് ആൻഡ് സോഷ്യൽ ഇമ്പാക്ട്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് G, communications and geopolitical signaling. Okay, so renewable energy പ്രോജക്റ്റിൻ്റെ അതെന്താണ്, ഒരു ചൈനക്കെതിരായിട്ടുള്ള ഒരു നീക്കമല്ല എന്ന് മനസ്സിലാക്കിക്കാനും, അത് മറിച്ച് അതൊരു എന്താണ്, ഇറ്റ് ഈസ് ഇംപ്രൂവിങ് ദ ജിയോപൊളിറ്റിക്കൽ എന്താ പറയുക, ഒരു പാർട്ട്നേഴ്സ് ആൻഡ് കൊളാബറേഷൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് എന്ന് നമ്മൾ സഹകരണമാണെന്ന് വ്യക്തമാക്കുക. സോ വി ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് അല്ലേ. സോ ദിസ് ഇസ് ദ തിങ്. അതായത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജിയോ പൊളിറ്റിക്കൽ സിഗ്നലിംഗ്, ഇതൊരു ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ കൗണ്ടർ അല്ല, മറിച്ച് നമ്മളുടെ വികസനം മുന്നോട്ടേക്ക് നയിക്കുകയും അതുപോലെ റീജിയണൽ റെസിലിയൻസ് അല്ലെ, പ്രാദേശിക ശക്തി കൂട്ടുകയും ഒബ്വിയസ്ലി എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സുരക്ഷ, പാരിസ്ഥിതിക സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സഹകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കേണ്ടതാണ്. സോ ഇതാണ് മിസ്റ്റർ ബൗഷിൻ്റെ നെഗോഷിയേഷൻ്റെ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നു. വി മസ്റ്റ് കൺവേർട്ട് റിസോഴ്സ് പൊട്ടൻഷ്യൽ ഇൻ ടു ലോക്കൽ ഇൻഡസ്ട്രിയൽ ജോബ്സ്, നോട്ട് ജസ്റ്റ് എക്സ്പോർട്ട് റോ മെറ്റീരിയൽസ്. ബ്ലെൻഡഡ് പബ്ലിക് പ്രൈവറ്റ് ഫിനാൻസ് ആൻഡ് ഗ്യാരണ്ടി ഓഫ് ടേക്കൺ are non-negotiable levels to crowd in manufacturing. Training and the recycling capacity are core parts of a resilient supply chain, not afterthoughts. This partnership is about regional resilience to climate shocks and economic opportunity for both nations. ഇതെല്ലാം ഈ ഒരു പോയിന്റ് പറഞ്ഞു വെക്കുന്ന നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത പോയിന്റ്സ് ആണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഡീറ്റെയിൽ ദിസ്. സോ ഫൈനൽ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഇതാണ്. നമ്മളുടെ ശക്തി എന്താണ്? ഡെഫിനറ്റ്ലി സമയോചിതമാണ്, അതുപോലെ തന്നെ വ്യക്തമായ ദിശയും ഒരു 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 എന്താ പറയുക, ഇംപ്ലിമെൻറ്റേഷൻ ലെവലും കൃത്യമായിട്ട്
മനസ്സിലാക്കി തരുന്നു. സോ ദൗർബല്യം ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദെയർ, അണ്ടർ പ്ലേസ് ആൻഡ് കോംപ്ലക്സിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ടൈം ലൈൻ, ഫിനാൻസ്, അതുപോലെ എൻവയോൺമെന്റൽ ബാരിയേഴ്സ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അല്ലേ, തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം ഡെഫിനറ്റ്ലി ആവശ്യമാണ്. എന്നാൽ നെറ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? REP എന്നത് ഒരു ശക്തമായിട്ടുള്ള ഒരു സംരംഭമാണ്. എങ്കിലും അതിൻ്റെ വിജയത്തിനായിട്ട് എന്തെല്ലാം ആവശ്യമാണ്? ഫിനാൻസ് ആവശ്യമാണ്, അതുപോലെ മോണിറ്ററിങ് ആവശ്യമാണ്, സ്കിൽഡ് ലേബർഷിപ്സ് ആവശ്യമാണ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സേഫ് ഗാർഡ്സ് ആവശ്യമാണ്. സോ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു പദ്ധതി ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. യെസ്, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഗിവ് ആൻഡ് ടേക്ക്. ആബ്സല്യൂട്ട്ലി റൈറ്റ്. ആ വേർഡ് തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഗിവ് ആൻഡ് ടേക്ക്. സോ എഡിറ്റോറിയൽ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇസ് ദർ എനി ഡിഫിക്കൽട്ടി ദാറ്റ് യു ആർ ഫേസിങ്? കൃത്യമല്ലേ എഡിറ്റോറിയൽ? വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലല്ലോ അല്ലേ? യെസ്. കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത വേർഡ്സ് ആണ്. സോ ഒന്ന് ഓടിച്ചു പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ കാണുന്നവർക്ക് ഒന്നുകൂടെ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വേർഡ്സ്. A change from one state or condition to another, transition. Okay. Working together to achieve a common goal, collaboration, cooperation, രണ്ടും കറക്റ്റ് ആണ്. Putting a plan or policy into effect, implementation. ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനെ implementation എന്ന് പറയും. Reliance on someone or something for support, dependence. The state of being open to harm or damage, vulnerability. ഇതെല്ലാം ഓർമ്മ വരുന്നുണ്ടല്ലോ അല്ലേ? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. വേർഡ്സ് പഠിച്ചപ്പോൾ ഇതെല്ലാം വേർഡ്സും ഡിസ്കസ് ചെയ്തു. നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് ജസ്റ്റ് റിക്കളക്ട് ചെയ്യുക കേട്ടോ. ബ്രഷിംഗ് അപ്പ് ഓഫ് യുവർ മെമ്മറി. The act of reducing the severity or seriousness of something, mitigation. The process of varying sources or activities to reduce risk, diversification. ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയും. The ability to recover quickly from difficulties. ബുദ്ധിമുട്ടുകളിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നത് resilience. The ability to maintain something at a certain rate without exhausting resources, sustainability. The introduction of new ideas, methods or product, innovation. എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി അല്ലേ, ആ ഐഡിയാസ് അല്ലെങ്കിൽ മെത്തേഡ്സ് കൊണ്ടുവരുന്നതിനെ ഇന്നോവേഷൻ എന്ന് നമ്മൾ പറയും. The process of working jointly together, cooperation. Execution or carrying out, implementation. Production of goods on a scale using machinery, manufacturing. Condition of relying on a needing someone or something, dependency. Giving someone power or authority to do something, empowerment. ശാക്തീകരണം അല്ലേ? The act of putting money, time or effort into something, expecting benefit in return, it is investment. The act of increasing in size, volume and scope, it is expansion. Association of two or more parties or common purpose, partnership. Developing skills and resources to make organization, a nation stronger, it is capacity building. ഓർമ്മ വന്നില്ല ഈ വേർഡ്സ് ആൻഡ് മീനിങ്സ്? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ? കുറച്ച് ഫ്രേസൽ വേർബ്സ് ഉണ്ടായിരുന്നു. പുഷപ്പ്. പുഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടു ഇൻക്രീസ് ഓർ റേസ് സംതിങ്, ഇസ്ന്റ് ഇറ്റ്? ടു മേക്ക് സംതിങ് റൈസ് ഓർ ഗ്രോ. പുഷപ്പ്. നമ്മൾ പുഷപ്സ് എടുക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? സ്കെയിൽ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ഇൻക്രീസ് ഇൻ സൈസ്, നമ്പർ ഓർ എക്സ്റ്റെൻഡിനെയാണ് സ്കെയിൽ അപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. മൂവ് ഫ്രം, ടു ചേഞ്ച് പൊസിഷൻ അല്ലേ? പ്ലാൻ, പൊസിഷൻ അല്ലെ ഡയറക്ഷൻസ് മാറ്റുന്നതിനെ മൂവ് ഫ്രം എന്ന് നമ്മൾ പറയും. ഫോക്കസ് ഓൺ, ഒരു സ്പെഷ്യൽ അറ്റൻഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെയാണ് ഫോക്കസ് ഓൺ. ലെറ്റ്സ് ഫോക്കസ് ഓൺ ദിസ് എന്ന് നമ്മൾ പറയുക. ടേൺ ഇൻ ടു എന്താണ്? ഒരു ചേഞ്ച് ഇൻ ഫോം. ഇറ്റ് ടേൺഡ് ഇൻ ടു ദിസ്. നമ്മൾ ഇത് ആഡ് ചെയ്തപ്പം ഈ ലിക്വിഡും കൂടെ ആഡ് ചെയ്തപ്പോൾ ഇറ്റ് ടേൺഡ് ഇൻ ടു ദിസ് അല്ലേ? ചേഞ്ച് ഇൻ ഫോം, നേച്ചർ ഓർ ക്യാരക്ടറിനെയാണ് ടേൺ ഇൻ ടു എന്ന് നമ്മൾ പറയുക. ഡിപ്പെൻഡ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to be controlled or determined by something else. Okay, I'm totally depending on this. Layout എന്ന് പറഞ്ഞാൽ ഒരു to present or explain something very much clearly is called as layout. Okay, bring together, to unite or gather people or ideas are called as bring together. Let's bring this together. Okay, work out ചെയ്യുക,
ഒരു പ്രോബ്ലം സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഇസ്ന്റ് ഇറ്റ്? ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ് ഇൻ സൈസ് അല്ലെ, ടു ഡെവലപ്പ് ഓർ ഇൻക്രീസ് സംതിങ്. റിലേ ഓൺ, കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് റിലേ ഓൺ എന്ന് പറയുക. കട്ട് ഡൗൺ, റെഡ്യൂസ് ചെയ്യുക. കട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് സംതിങ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് കട്ട് ഡൗൺ. ലുക്ക് അറ്റ്, കൺസിഡർ. ലുക്ക് അറ്റ് ദിസ് മീൻസ് കൺസിഡർ ഓർ എക്സാമിൻ കെയർഫുള്ളി. എന്തെങ്കിലും ഒരു കാര്യം വളരെ കെയർഫുള്ളി കാണുക. സെറ്റപ്പ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്. പോയിന്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുക അല്ലേ, ഡ്രോ അറ്റൻഷൻ. കം അപ്പ് വിത്ത്, ടു തിങ്ക് ഓഫ് ഓർ പ്രൊഡ്യൂസ് ആൻ ഐഡിയ. ഹി കെയിം അപ്പ് വിത്ത് എ ന്യൂ ഐഡിയ. ഒരു പുതിയ പദ്ധതിയുമായി അയാൾ വന്നു, അയാൾ കാണിച്ചു തരികയാണ് നമുക്ക് ആ പദ്ധതിയെക്കുറിച്ച്, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. മൂവ് ഫോർവേഡ്, മുന്നോട്ടേക്ക് പോവുക അല്ലെ, പ്രൊസീഡ് ചെയ്യുക, അതിനെയാണ് മൂവ് ഫോർവേഡ് എന്ന് പറയുക. ലുക്ക് ഫോർവേഡ് ടു, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് യു, ടു മീറ്റിംഗ് യു അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. നിന്നെ കാണാനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുക, വെയിറ്റിംഗ് ഈഗർലി. ഡീൽ വിത്ത്, ഹാൻഡിൽ ഓർ മാനേജ് എ സിറ്റുവേഷൻ. it turned into this അല്ലെ, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ് പക്ഷെ അത് ഇങ്ങനെയായി മാറി എന്ന് നമ്മൾ പറയാറുണ്ട്. ടു ബിക്കം ഓർ ടു ട്രാൻസ്ഫോംഡ് ഇൻടു. ക്ലിയർ ആയില്ലേ ഇത്രയും? ഇത്രയും. ഇത് ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ബാക്ക് ബോൺ ഓഫ് ക്ലീൻ എനർജി ഇക്കോസിസ്റ്റം, ടേൺ അംബിഷൻ ഇൻ ടു ഔട്ട്കംസ്, മൂവ് ഫ്രം വിഷൻ ടു ഇംപ്ലിമെന്റേഷൻ. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയി എന്നുള്ളതേ ഉള്ളൂ. യാതൊരു തരത്തിലുള്ള ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. ഓക്കെ, ഇനി കുറച്ച് ഗ്രാമറിന്റെ യൂസേജസ് ഉണ്ട്. പെട്ടെന്ന് ക്വിക്ക് ഗ്ലാൻസ് ആയിട്ട് പോവാം. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഒന്നാമത്തത്. ഈസ്, ആം, ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. സിമ്പിൾ പ്രസന്റ് എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് ബേസ് ഫോം ഓഫ് വെർബ്. ഓക്കെ, സോ ഈസ് അറൈവിംഗ്. ഇത് ഹാസ് പ്ലെജ്ഡ് ഏതായിട്ട് വരും ഇവിടെ? പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, യെസ്. ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻസ് വിൽ ഓർ ഷാൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വിൽ ഓർ ഷാൽ വെച്ചിട്ടാണ് ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻസ്. ഇവിടെ മോഡൽ വേർബ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. കുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. കുഡ് ഷോ. ഓക്കെ, മോഡൽ വേർബ്സ് ഏതെല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ക്യാൻ, കുഡ് എന്തിനാണ്? എബിലിറ്റി, പോസിബിലിറ്റി ആൻഡ് സജഷൻ. ഐ ക്യാൻ ഡു ദാറ്റ്, ഹി കുഡ് ഡു ഇറ്റ് അല്ലേ. മസ്റ്റ് എന്താണ്? ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ. യു മസ്റ്റ് ഗോ ആൻഡ് മീറ്റ് യുവർ പാരൻസ്, ഒബ്ലിഗേഷൻ ആണ്. വിൽ, certainty, I will help you, ഞാൻ തീർച്ചയായിട്ടും നിന്നെ സഹായിക്കും. സോ will is used as certainty or prediction. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ. പാസീവ് വോയിസിന്റെ യൂസേജ് ഉണ്ട്. പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ B+V3 ഫോം ആണ്. അതായത് ഫോക്കസ് ഓൺ ആക്ഷൻ ആണ് ഇവിടെ പ്രാധാന്യം ദാൻ ദ ഡുവർ. ഡുവറിനെക്കാളും പ്രാധാന്യം ഇവിടെ ആക്ഷൻ ആയത് കാരണം പാസീവ് വോയിസ് സ്ട്രക്ചർ ആണ്. എഡിറ്റോറിയൽസിലെല്ലാം പാസീവ് വോയിസ് സ്ട്രക്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എസ്സേയോ റിപ്പോർട്ടോ ഒക്കെ എഴുതുമ്പോൾ ആക്റ്റീവ് വോയിസ് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ രണ്ട് കണ്ടീഷണൽസ് യൂസ് ചെയ്തതായിട്ട് കണ്ടു. ഫസ്റ്റ് കണ്ടീഷണൽ, സീറോ കണ്ടീഷണൽ. സീറോ കണ്ടീഷണൽ ഒരു ജനറൽ ട്രൂത്ത് ആണ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ടേണിംഗ് ക്ലൈമറ്റ് അംബിഷൻ ഇൻ ടു പ്രാക്ടിക്കൽ റെസിലിയന്റ് ഔട്ട്കംസ് അല്ലേ, അതൊരു ജനറൽ ട്രൂത്ത് ആയത് കാരണം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിയൽ പോസിബിലിറ്റി ആണ്. അതായത് ഇഫ് ഇറ്റ് ഈസ് ടു സക്സീഡ് ബോത്ത് കൺട്രീസ് നീഡ് ടു ഫോക്കസ്. ഇഫ് ഉണ്ടാകും, പിന്നെ മെയിൻ ക്ലോസ് പ്രസന്റ് ടെൻസ്, അപ്പുറത്തെ സൈഡിൽ ഫ്യൂച്ചർ ടെൻസ് ആണ് വരിക. ഓക്കെ, പ്രിപ്പോസിഷൻസ് ഒരുപാട് യൂസ് ചെയ്ത് കണ്ടു കേട്ടോ. ടൈം കാണിക്കാനായിട്ട്, പ്ലേസ് കാണിക്കാനായിട്ട്, റീസൺ കാണിക്കാനായിട്ട്, ഇൻസ്ട്രുമെന്റേഷൻ കാണിക്കാനായിട്ട്, ഇൻസ്ട്രുമെന്റ് ഓർ മീൻസ് കാണിക്കാനായിട്ട് യൂസ് ചെയ്തേക്കുന്ന പ്രിപ്പോസിഷൻസ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻ, അറ്റ്, അഡ്മിറ്റ്സ്റ്റ് ആൻഡ് ത്രൂ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇതിനകത്ത് കോട്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ, ടു ഉണ്ട്. റിലേറ്റീവ് ക്ലോസസ്, റിലേറ്റീവ് പ്രൊനൗൺസ്, ഹൂ, ഹൂം, വിച്ച്, ദാറ്റ്, ഹൂസ്, ഇതെല്ലാം റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. അതിൻ്റെ ഉപയോഗങ്ങളാണ് ഇവിടെ. അത് വെച്ചിട്ട് നമ്മൾ റിലേറ്റീവ് ക്ലോസസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗിവിങ് എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഒരാളെ കുറിച്ച്, I met a person who was
living near my friend's house. I met that person who was living. So giving is here they are giving additional information. അല്ലേ? അതാണ്. സോ അതാണ് പറയുന്നത്, അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിലേറ്റീവ് ക്ലോസസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ കമ്പാരറ്റീവ്സ് ആൻഡ് സൂപ്പർലേറ്റീവ്സ്. കമ്പാരറ്റീവ് ഡിഗ്രി എങ്ങനെയാണ്? ER ആയിരിക്കും യൂസ് ചെയ്യുക. സൂപ്പർലേറ്റീവ് EST ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇസ്ന്റ് ഇറ്റ്? ഹാർഷസ്റ്റ്, അപ്പോൾ ഹാർഷർ, ലാർജസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കമ്പാരറ്റീവ് ഡിഗ്രി വരുമ്പോൾ ER യൂസ് ചെയ്യും, സൂപ്പർലേറ്റീവ്സ് വരുമ്പോൾ EST യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ കമ്പാരിറ്റീവ് വരുമ്പോൾ മോർ യൂസ് ചെയ്യും, ഇവിടെ അല്ലെങ്കിൽ മോസ്റ്റ് യൂസ് ചെയ്യും. മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഇസ്ന്റ് ഇറ്റ്? നൗൺ ഫ്രേസ്, നൗൺസ് അടങ്ങുന്ന ഫ്രേസിനെയാണ് നൗൺ ഫ്രേസ്. ക്ലീൻ എനർജി വാല്യൂ ചെയിൻ, നോൺ ഫ്യൂസിൽ ഇലക്ട്രിസിറ്റി കപ്പാസിറ്റി, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീംസ്, ഇതെല്ലാം നൗൺ അടങ്ങുന്ന ഫ്രേസസിനെയാണ് നൗൺ ഫ്രേസസ് നമ്മൾ പറയുക. കൺജങ്ഷൻസിൻ്റെ ഉപയോഗമുണ്ട്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആൻഡ് ബട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതാണ്? ഫാൻ ബോയ്സ് അല്ലേ, പഠിച്ചിട്ടില്ലേ? FANBOYS, ഫോർ ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. ഫാൻ ബോയ്സ് ആണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വൈൽ, ആസ്, ഇഫ്, വെൻ, അങ്ങനെയുള്ളതെല്ലാം. ഇനി കോ റിലേറ്റീവ് കൺജങ്ഷൻസ് ഉണ്ട്. കോ റിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോ റിലേറ്റീവ് എന്താ പറയുക? സോ, ദാറ്റ്, നീദർ, നോർ, ഇങ്ങനെ രണ്ടെണ്ണം വരുന്നതാണ് കോറിലേറ്റീവ്. കോർഡിനേറ്റിംഗ് ഫാൻ ബോയ്സ്, അതല്ലാതെ വരുന്ന കൺജങ്ഷൻസ് എല്ലാം സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഇൻഡയറക്റ്റ് റിപ്പോർട്ടിംഗ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇനിയുള്ളത് ആർട്ടിക്കിൾസ്. ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ദയുടെ ഉപയോഗമുണ്ട്. അതുപോലെ നോ ആർട്ടിക്കിൾസും യൂസ് ചെയ്തിട്ടുണ്ട് ചില ജനറൽ ഐഡിയാസിൽ വരുമ്പോൾ. ദ ഗ്ലോബൽ സപ്ലൈ ചെയിൻ, ദ ഇൻഡോ പെസഫിക്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദ എന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾസ്. രണ്ട് ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഏതാണ്? ഡെഫിനറ്റ് ആൻഡ് ഇൻഡെഫിനറ്റ് അല്ലേ? ഡെഫിനറ്റ് ഏതാണ്? ദയാണ്. ഇൻഡെഫിനറ്റ് എന്ന് പറയുന്നത് ഏതാണ്? എയും ആനും, isn't it? A is used with consonant sounds, an is used with vowel sounds. ഓർത്തിരുന്നോണേ, ഇത് ഇങ്ങനെ നിങ്ങളുടെ മെമ്മറി ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കാവുന്നതാണ്. ഈ ഒരു എഡിറ്റോറിയലിനെ ബേസ് ചെയ്തിട്ട് വരുന്ന എന്താ പറയുക, ഗ്രാമർ യൂസേജസ്, കണ്ട ഗ്രാമർ യൂസേജസ് ഒക്കെ നമ്മൾ എടുത്ത് എഴുതി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി, എനിക്കൊരു പ്രീകൺസീവ് നോഷനാണ് നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാകും എന്നുള്ളത്. ആ നോഷൻ്റെ ബേസിസിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇൻ കേസ്, ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾ പഠിച്ചിട്ടില്ല, മാം കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ് മോർ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം മനസ്സിലാക്കുക ഇത്. അതുകൊണ്ടാണ് നമ്മൾ പറയണത്, എഡിറ്റോറിയൽ നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഡൗട്ടും ഇവിടെ ആക്റ്റീവായിട്ട് എന്താ പറയുക, ഇൻറ്ററാക്ട് ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്താണ്, നമ്മളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം ചോദിക്കാൻ പറ്റും. അപ്പം നമുക്ക് കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി കാണാൻ പറ്റും. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഈ സമയം നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ പക്ഷേ അതിനു വേണ്ടി വേറെ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിൾസ്. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മുടെ എഡിറ്റിംഗ് എക്സസൈസ് തന്നെയാണ്. അതിൻ്റെ ഒരു വേരിയൻറ്റ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി എക്സസൈസസ് ആണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് കേട്ടോ. കുറച്ചൊരു നിങ്ങൾക്ക് എന്താ പറയുക, ഇതെങ്ങനെയാണ് ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന പല രീതിയിലുള്ളൊരു 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വായിച്ചിട്ട് പെട്ടെന്ന് ആൻസർ പറയാൻ ഏതാണോ സാധിക്കുക അത് പറയുക. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. കാര്യം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, ചിലപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഭാഗം ഏതാണെന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ആൻസർ കിട്ടാതെ വരും. ഓക്കെ, അപ്പോൾ പോവാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, എ സെന്റൻസ് ഹാസ് ബീൻ ബ്രോക്കൺ ഇൻ ടു പാർട്സ്. ഐഡന്റിഫൈ ദ പാർട്സ് വിച്ച് ആർ കറക്റ്റ് ഇൻ ടേംസ് ഓഫ് ഗ്രാമർ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആണ്. ഗ്രാമർ, സ്പെല്ലിംഗ് ആൻഡ് ലോജിക്കൽ കൺസിസ്റ്റൻസിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എടുത്തെഴുതുക. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വന്നത് കേട്ടോ. Then choose the most appropriate answer. പോയാലോ? The world's attack on this peacekeeping mission is a tragic reminder of how this conflict is spiraling out of control. ഏതാണ് ആൻസർ?
1, 2, 3, 4 അതെല്ലാം കറക്റ്റ് ആണോ? 5. The world's attack on this peacekeeping mission is a tragic reminder of how this conflict is spiraling out of control. ആദർശ് ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. ഇവിടെ ഒരു കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ ഒരു എക്സാം ഒരു യൂസേജ് തെറ്റാണ്. ആക്ച്വലി ഇത് നോക്കിയേ. The worst attack on this peacekeeping mission is a tragic reminder of how this conflict is spiraling out. So answer B, C and D ആണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? The worst അല്ല, worst ആണ് ഇവിടെ വരേണ്ടത്. Okay. Yes. Next one. In the following questions, two related sentence 1 and 2 are given. ഇത് രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ്. ഇതുപോലത്തെ പല എക്സസൈസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് തന്നേക്കുന്നത് കേട്ടോ. 1ഉം 2ഉം ഇത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. There may be an error in the sentence or in the sentences. You have to find the error and then select the correct option from those given as sentence after the sentence. Sentences ഇതാണ് എറർ ഉള്ളത്. അതായത് if there is only error in the first sentence, only an error in the second sentence, there are errors in both the sentence, there is an error in either of the sentence, if there are no error in either of the sentence, there are errors in either of the sentence, there is no error in either of the sentence. Okay, ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. Yellowstone, clear alle? Okay. Yellowstone National Park is the oldest national park in the US and likely the world. Anyone can drive through the park and encounter an array of wildlife a few feet away. ഏതായിരിക്കും കറക്റ്റ്? A, B, C, D, E. ഒന്നാമത്തെ സെന്റൻസിൽ മാത്രമാണ് എറർ എങ്കിൽ A മാർക്ക് ചെയ്യാം. രണ്ടാമത്തെ സെന്റൻസിലാണെങ്കിൽ B മാർക്ക് ചെയ്യാം. രണ്ട് സെന്റൻസിലും there are errors ഉണ്ടെങ്കിൽ C മാർക്ക് ചെയ്യാം. If there is an error in either of the sentence, ഏതെങ്കിലും ഒരു സെന്റൻസിലാണെങ്കിൽ D മാർക്ക് ചെയ്യാം. If there is no error, ഒരു എററും ഇല്ലെങ്കിൽ E മാർക്ക് ചെയ്യാം. Yellowstone National Park is the oldest national park in the US and likely the world. Anyone can drive through the park and encounter an array of wildlife a few feet away. ഏതായിരിക്കും ആൻസർ? ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് എറേഴ്സ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. സോ ഞാൻ മാർക്ക് ചെയ്യുക E ആയിരിക്കും. ഓക്കെ, ഇതിൽ എനിക്ക് മെസ്സേജ് കിട്ടാനിട്ടാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ദർ ഇസ് എനി ടെക്നിക്കൽ ഗ്ലിച്ച്. ഓക്കെ, യെസ്, E is the right answer കേട്ടോ. അതിൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ല. ദ നെക്സ്റ്റ് വൺ ഇതുപോലത്തെ തന്നെ വേറൊരു എക്സസൈസ് കൂടെ ഉണ്ട്. ദ ആമസോൺ റിവർ ഈസ് ദ ആർട്ടറി ഫോർ ദ ലാർജസ്റ്റ് റെയിൻ ഫോറസ്റ്റ് ഇൻ ദ വേൾഡ്. It is the largest river in the world by discharge and one of the larger one by length. The Amazon River is the artery of the largest rainforest in the world. Ayil tettundo? The Amazon River is the artery for the largest rainforest in the world. It is the largest river in the world by discharge and one of the larger one by length. ഒരു കുട്ടി മിസ്റ്റേക്ക് സെക്കൻഡ് സെന്റൻസിലുണ്ട്. ഏതാണെന്നറിയോ? വൺ ഓഫ് ദ ലാർജർ അല്ല, ലാർജസ്റ്റ്. യെസ്, കറക്റ്റ് ആണ്. ലാർജസ്റ്റ് ബൈ ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് തെറ്റ് വന്നതെന്ന്? യെസ്, ആബ്സല്യൂട്ട്ലി റൈറ്റ് ആണ് കേട്ടോ ആദർശ്. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ നമ്മുടെ സാധാരണ കാണുന്ന രീതിയിൽ റീഡ് ദ സെന്റൻസ് ടു ഫൈൻഡ് ഔട്ട് ദർ ഇസ് എ ഗ്രാമാറ്റിക്കൽ എറർ ഇൻ ഇറ്റ്. The error, if any, will be in one part of the sentence and the option with
parts with an error as your answer. The Brazilian market for flying is expected to grow by around 10% per year annually for at least the next 3 or 4 years. നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ആൻസർ കണ്ടെത്തി എന്ന് വരില്ല, പക്ഷെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവും അയ്യോ ഇത് തെറ്റാണല്ലോ എന്ന്. The Brazilian market for flying is expected to grow. രണ്ട് വേർഡ് അടുപ്പിച്ച് വന്നത് റോങ് ആണ്, അതായത് ഒരെണ്ണം യൂസ് ചെയ്താൽ മതി, അവിടെ അനാവശ്യമായിട്ട് ആ വേർഡ് സെയിം മീനിങ് ഉള്ള ഒരേ വേർഡ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദ ബ്രസീലിയൻ മാർക്കറ്റ് ഫോർ ഫ്ലൈയിങ് ഇസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ by around 10% per year annually for at least the next 3 or 4 years. ഏതായിരിക്കും? ഇവിടെ ഈ ആനുവലി എന്ന് പറഞ്ഞ വേർഡ് കണ്ടോ? ഈ അല്ല, ഇത് കണ്ടോ? പെർ ഇയർ ആനുവലി അല്ലേ? ഇത് മതി. 10 by around 10% ആനുവലി അല്ലെങ്കിൽ പെർ ഇയർ മതി. അണ്ടർസ്റ്റുഡ്? The Brazilian market for flying is expected to grow by around 10% per year for at least the next 4 years. ഡി ആണ് ആൻസറേ. ഞാനിവിടെ ബി ആണ് കൊടുത്തേക്കുന്നത്. ബി അല്ല, ആക്ച്വലി ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ടൈപ്പ് ചെയ്തപ്പോൾ ഉള്ള എറർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഡി ആണ് ആൻസർ, കാരണം ബിയിൽ ആൻസറിൽ തെറ്റില്ല. ഓക്കെ, സോ പെർ ഇയർ ആനുവലി രണ്ടും ഒരേ മീനിങ് അല്ലേ? നമ്മൾ അനാവശ്യമായിട്ട് അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. യെസ്, ദ നെക്സ്റ്റ് വൺ. സിൻസ് ഇതൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. ഇതിൽ എറർ ഉള്ള ഒരു ഭാഗം ഉള്ള ഒരു ആ പാർട്ട് നിങ്ങൾ എടുത്തെഴുതിയാൽ മതി. അതായത് ഇത് കണ്ടു, എ ബി ഡി ഇ, എ ബി സി ഇ, ബി സി ഡി ഇ, all than these options no error. ആ എറർ വരുന്ന ഭാഗത്തോടു കൂടിയുള്ള വേർഡ്സ് അതാണ് എടുത്തെഴുതേണ്ടത് കേട്ടോ. ഇച്ചിരി കൺഫ്യൂഷൻ വരും, പക്ഷെ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇങ്ങനത്തെയും ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതായത് സിൻസ് ദ ഗ്രിഡ് നൗ ഹാസ് മോർ ദാൻ വൺ ഓണർ ഇറ്റ് ഈസ് ഓഫൻ ഹാർഡ് ടു നോ whom will bear the risk and who will be garner the reward. അതായത് എറർ ഇല്ലാത്ത ഓപ്ഷൻസ് ആയിരിക്കും കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇപ്പം എക്സാമ്പിൾ എ ബി സി ഡി കറക്റ്റ് ആണ്, ഇയിലാണ് എറർ വരുന്നെങ്കിൽ എ ബി സി ഡി ഓപ്ഷനാണ് നിങ്ങളുടെ ആൻസർ. അങ്ങനെയല്ല, എയിലാണ് എറർ, അപ്പോൾ ബി സി ഡി ഇ ആണ് നിങ്ങളുടെ ആൻസർ. എന്നാൽ ബിയിലാണ് എറർ എങ്കിലോ എ സി ഡി ഇ ആണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, അപ്പം തെറ്റ് വരാത്ത 4 ഓപ്ഷൻസ് ഒരുമിച്ച് എഴുതുന്നതാണ് നമ്മുടെ ആൻസർ വരിക. അപ്പം ആൻസർ കണ്ടുപിടിച്ചേ. സിൻസ് ദ ഗ്രിഡ് നൗ ഹാസ് മോർ ദാൻ വൺ ഓണർ ഇറ്റ് ഈസ് ഓഫൻ ഹാർഡ് ടു നോ whom will bear the risk and who will be garnering the rewards. 2 ആണോ? ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അനാവശ്യമായിട്ട് അവിടെ ഒരു റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത്. 5 അല്ല ആദർശ്. I'll show you this. See this? Whom ആണോ? Since the grid now has more than one owner, it is often hard to know who will bear the risk and who will be garnering the reward. അപ്പോൾ സി ഇല്ലാത്ത ഓപ്ഷൻ. Yes, ABD is the right answer. Okay, മനസ്സിലായല്ലോ എങ്ങനെ ആൻസർ വന്നു എന്ന്? സി ഓപ്ഷൻ ഇല്ല. ഓക്കെ, സി തെറ്റാണ്. അപ്പം എയും ബിയും ഡിയും ഇയും ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരിക. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്, 1 is the right answer. ക്ലിയർ ആയില്ലേ? Is there any doubt? ഓക്കെ, സോ നമ്മൾ ഓബ്വിയസ്ലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ് ഇതിനകത്ത്. നമ്മൾ എക്സാംസ് മോസ്റ്റ്ലി വരിക ഒരു എന്താ പറയുക, ഒരു മിഡ് ഓഫ് ജൂൺ ഒക്കെ ആകുമ്പോഴാണ് നോട്ടിഫിക്കേഷൻസ് വരുന്നതും
എക്സാംസ് ഒക്കെ നമ്മളുടെ മുമ്പിലേക്ക് എത്തുക. പക്ഷേ പൊതുവേ നമ്മൾ കണ്ടേക്കുന്നത്, ഞാൻ തുടക്കത്തിലും പറഞ്ഞേക്കുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ജൂണിലാണ് പരീക്ഷയെങ്കിൽ ഒരു ഏപ്രിൽ ആകുമ്പോൾ പഠിച്ചു തുടങ്ങാം. നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും പഠിക്കാനായിട്ട്. ഓക്കെ, എക്സാംസ് ഒന്നും സിമ്പിൾ അല്ല അല്ലേ? അപ്പം നല്ലോണം ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് എത്ര നേരത്തെ തുടങ്ങുന്നോ അത്ര നേരത്തെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഏർജൻസി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പുഷ് ചെയ്യല്ല. ഒരു അധ്യാപിക എന്ന നിലയിൽ നമ്മൾ ഒരു കുട്ടി എക്സാമിൻ്റെ സമയത്തിരുന്ന് പഠിക്കുന്നതും അവൻ തുടക്കം മുതലേ കൃത്യമായിട്ട് പഠിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. എക്സാമിൻ്റെ സമയത്ത് അവൻ സ്ട്രെസ്ഡ് അല്ല, അവൻ റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും, പോർഷൻസ് കവർ ആയില്ല എന്നുള്ളൊരു ടെൻഷനൊന്നും അവന് ഉണ്ടാവില്ല. അതേ അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ജോലി, എന്താ പറയുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ടൈം റിലാക്സ് ചെയ്ത് പുസ്തകം വായിച്ച് അല്ലേ, അതിനോടൊപ്പം തന്നെ അത്യാവശ്യം പോയി സിനിമ കാണാനും ഒക്കെ ടൈം നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യു നീഡ് ടു സ്റ്റാർട്ട് ഏർലി അല്ലേ? ഏകദേശം 35,000-ഓളം വേക്കൻസീസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ? സോ POയുടെ ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും SO ആണെങ്കിലും അപ്രന്റിസ്, ഇൻഡിവിജ്വൽ, ബാങ്ക്സ് ഒക്കെ ആയിട്ട് ഏകദേശം 60,000-ഓളം വേക്കൻസീസ് വേറെയും വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, സോ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, പൊതുവെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം മുതലേ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. നമ്മൾ എത്ര നേരത്തെ തുടങ്ങുന്നു അത്രയും നിങ്ങൾക്ക് ബേർഡൻ കുറയാണ്, പെർഫെക്റ്റ് ആയിട്ട് എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, സോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസും സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും അതുപോലെ ഒക്കെ നമ്മുടെ ബാങ്കിങ് കോഴ്സിൽ നമ്മൾ അവൈലബിൾ ആണ്. സോ എത്രയും പെട്ടെന്ന് എക്സാമിന് റെഡി ആവാൻ നിങ്ങൾ എന്ത് ചെയ്യുക? എൻട്രിയിൽ ജോയിൻ ചെയ്യുക. എൻട്രിയുടെ കോച്ചിങ്ങിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് 3,000+. അടുത്ത സ്ക്രീനിൽ അതാണ് 3,000-ഓളം വിജയികളുണ്ട് 100 ബാച്ചുകളിലായിട്ട്. SSC, RRB, റെയിൽവേ സ്പെഷ്യൽ ബാച്ചസ് ഉണ്ട് അതുപോലെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഓഫേഴ്സ് ഇപ്പോൾ ഡെഫിനറ്റ്ലി അവൈലബിൾ ആയിരിക്കും. ആ ഓഫേഴ്സ് എല്ലാം നിങ്ങൾ അവൈൽ ചെയ്യുക. ദിസ് ഈസ് എ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് അല്ലേ? നമ്മൾ ഒരു കാര്യം പിന്നെ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നീളെ ആയിപ്പോവും. ഇപ്പം തന്നെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും, മെൻറ്റർഷിപ്പ് സപ്പോർട്ടും, എക്സലൻറ്റ് ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കുക, മെൻറ്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, PYQs, അങ്ങനെ നിങ്ങളെ ഫുൾ ഓൺ പ്രിപ്പറേഷൻ ലെവലിൽ പ്രിലിംസിനും മെയിൻസിനും ഇൻ്റർവ്യൂസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ പ്രാപ്തരാക്കാൻ എൻട്രി നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഓക്കെ, സോ മേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ് അല്ലേ? അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക? താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ല, കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ 7736122215 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എക്സാംസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും സിലബസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഫീസ് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും എല്ലാ ഡൗട്ട്സിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇന്നത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഏർജൻസി പറയുന്നു എന്ന് വെച്ചാൽ അനുഭവം ഗുരുവാണ്. ഓക്കെ, സത്യമായിട്ടും അനുഭവം ഗുരുവാണ്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ അട്ടർ ഫെയിലിയർ ആയിരിക്കും. ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാനും ഒറ്റ പ്രാവശ്യം എക്സാം എഴുതി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, സോ മൈ ഡിയർ വൺസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ആദർശ്. ഓക്കെ, സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. തേഴ്സ്ഡേ നമുക്ക് കാണാം വിത്ത് എ ന്യൂ എഡിറ്റോറിയൽ വിത്ത് പവർ പാക്ഡ് അല്ലെങ്കിൽ പാക്ഡ് ഓഫ് ഇൻഫർമേഷൻ അല്ലെ? ഇൻഫർമേഷൻ്റെ പാക്കുമായിട്ട് വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ഡേ Thursday sharp at 8 o'clock. So see you soon guys. Bye bye. Take care.